നമസ്കാരം. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 ദിവസത്തിൽ കുറയാതെയുള്ള ശമ്പളം സംഭാവനയായി നൽകുന്നതിന് സമ്മതപത്രം നൽകിയിരുന്ന ജീവനക്കാരിൽ നല്ലൊരു ശതമാനം ജീവനക്കാരുടെയും സംഭാവന പല കാരണങ്ങളാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നു ചേരാതിരുന്ന കാരണത്താൽ 31/5/2025 ഈ സംഭാവന പിടിക്കുന്നതിനുള്ള സമയപരിധി സർക്കാർ നൽകിയിരുന്നതാണ്. ആ തീയതിക്കുള്ളിൽ വാഗ്ദാനം ചെയ്ത തുക ബന്ധപ്പെട്ട ജീവനക്കാരിൽ നിന്നും ഈടാക്കിയില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട DDOയുടെ മെയ് മാസത്തെ ശമ്പളം സ്പാർക്കിൽ പ്രോസസ് ചെയ്യാൻ കഴിയില്ലെന്ന് ധനകാര്യ വകുപ്പിന്റെ 40/2025 നമ്പർ സർക്കുലർ പ്രകാരം സർക്കാർ അറിയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ക്ലാസിന്റെ ഒരു വീഡിയോ മെയ് മാസം ആദ്യം തന്നെ പോസ്റ്റ് ചെയ്തിരുന്നതുമാണ്. ആ സർക്കുലർ കുറേയധികം ഓഫീസുകൾ ഗൗരവമായി എടുത്തിരുന്നു, ആവശ്യമായ നടപടികൾ എടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മറ്റു ചില ഓഫീസുകൾ ഇതിന് വലിയ പ്രാധാന്യമൊന്നും നൽകാതിരിക്കുകയും അവിടെയുള്ള DDOമാരുടെ മെയ് മാസത്തെ ശമ്പളം തടയപ്പെടുകയും ചെയ്തിരുന്നതാണ്. ഇപ്പോഴും ആ ശമ്പളം കിട്ടാത്ത DDOമാർ നിരവധിയാണ്. അവർക്ക് ആശ്വാസം പകരുന്ന ഒരു സർക്കുലർ പുതുതായി വന്നിട്ടുണ്ട്. ആ സർക്കുലറാണ് ഈ വീഡിയോയ്ക്ക് ആധാരം. സർക്കുലർ നമ്പർ 50/2025 ഫിൻ ഡേറ്റഡ് 24/6/2025 ആണ് ആ പുതിയ സർക്കുലർ. അതുപ്രകാരം സമ്മതപത്രം നൽകിയവരുടെ വാഗ്ദത്ത തുക തിരികെ പിടിക്കുന്നതിനുള്ള സമയം 3 മാസത്തേക്ക് കൂടി നീട്ടി നൽകിയിരിക്കുകയാണ്. അതിൽ DDOമാരുൾപ്പെടെയുള്ളവരുണ്ട്. അവരുടെ എല്ലാം ശമ്പളം പിടിക്കുന്നതിന് 3 മാസത്തേക്ക് കൂടി സമയപരിധി നീട്ടി നൽകിയിട്ടുണ്ട്. ഈ വാഗ്ദാനം ഏത് മോഡ് ഓഫ് പേയ്മെൻ്റ് ആയിരുന്നുവെങ്കിലും, അപ്പോൾ ചിലർ ELS വഴി, ചിലർ PF NRA വഴി, ചിലർ ശമ്പളം വഴി, അങ്ങനെയൊക്കെ ആയിരുന്നു. അതിന് ഏത് മോഡ് ഓഫ് പേയ്മെൻ്റ് ആയിരുന്നെങ്കിലും ഈ വാഗ്ദാനം നൽകിയ തുക, ആ വാഗ്ദാനം നൽകിയിട്ടും തുക നൽകാത്ത ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും ഒറ്റ തവണയായി ഈടാക്കുന്നതിനാണ് ഈ സർക്കുലർ പറയുന്നത്. ഇപ്പോൾ മനസ്സിലാക്കുക, ഏൺ ലീവ് സറണ്ടർ ഉപയോഗിച്ച് എൻ്റെ തുക പിടിച്ചോളൂ എന്ന് വാഗ്ദാനം ചെയ്തിരുന്നയാളിൻ്റെ ഏൺ ലീവ് സറണ്ടർ തന്നെ ഈ തുക ഈടാക്കുന്നതിന് ഉപയോഗിക്കണമെന്നില്ല. അവരുടെ ഏതെങ്കിലും ഒരു മാസത്തെ ശമ്പളം, ഇപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഇതിലേതെങ്കിലും ഒരു മാസത്തെ ശമ്പളത്തിൽ നിന്നും ഈ 5 ദിവസത്തെ തുക അല്ലെങ്കിൽ 10 ദിവസത്തെ എത്രയാണോ വാഗ്ദാനം ചെയ്ത ആ തുക ഒറ്റ തവണയായി ആ ശമ്പളത്തിൽ നിന്നും, ആ മാസത്തെ ശമ്പളത്തിൽ നിന്നും ഈടാക്കുന്നതിനാണ് ഈ സർക്കുലർ അധികാരം നൽകുന്നത്. അതോടൊപ്പം DDOമാരുടെ ശമ്പളം സ്പാർക്കിൽ പ്രോസസ് ചെയ്യുന്നതിനുള്ള തടസ്സം ഇപ്പോഴുണ്ടല്ലോ, അത് ഒരു 3 മാസത്തേക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ 3 മാസത്തിനകം, അതായത് ഓഗസ്റ്റ് മാസത്തിനകം ഈ സംഭാവന ബന്ധപ്പെട്ട ജീവനക്കാരിൽ നിന്നും പിടിച്ചിരിക്കണമെന്നാണ് ഈ സർക്കുലർ പറയുന്നത്. ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം, ഇപ്പോൾ സമ്മതപത്രം നൽകിയിട്ടും സംഭാവന നൽകാതെ ഇതിനകം മരിച്ചു പോയിട്ടുള്ള കുറേ ജീവനക്കാരുണ്ട്. അങ്ങനെയുള്ള ജീവനക്കാരുണ്ടെങ്കിൽ അവരെ ഈ വിഹിതം ഈടാക്കുന്നതിൽ നിന്നും ഒഴിവാക്കുകയാണ്. അവരുടെ മരണവിവരങ്ങൾ സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്യണം. അതിനുശേഷം അവരുടെ പേര്, പെൻ നമ്പർ, തസ്തിക, അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി എന്നിവ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കണം. അങ്ങനെ അയച്ചു കൊടുത്താൽ അവരെ ഇതിൽ നിന്നും ഒഴിവാക്കി കിട്ടുകയും അവരുടെ ശമ്പളത്തിൽ നിന്നും തുക ഈടാക്കാത്തതിനാൽ DDOയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ശമ്പള തടസ്സം മാറിക്കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ സർക്കുലർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പാലിച്ച് ആവശ്യമായ നടപടികൾ ഓരോ DDOമാരും കൈക്കൊള്ളണമെന്ന് അറിയിച്ചുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏവർക്കും നന്ദി.